എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 10ാമത്തെ സർഗത്തിൽ 19 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ശ്ലോകങ്ങളിലൊക്കെ അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണുള്ളത്. മാറ്റങ്ങളുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതിയല്ലോ, ബാക്കിയൊക്കെ അനുഷ്ടുപ്പ് വൃത്തത്തിൽ തന്നെയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഋഷ്യശൃംഗൻ്റെ സത്കാരമൊക്കെ സ്വീകരിച്ചിട്ടുള്ള ഗണികാ സ്ത്രീകൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോരാൻ തിടുക്കം കാണിച്ചു. അവർക്ക് അവരുടെ സ്ഥാനത്തേക്ക് എത്താൻ തിടുക്കം കാണിച്ചു. അച്ഛനായിട്ടുള്ള വിഭാണ്ഡകൻ്റെ ശാപം ഏൽക്കേണ്ടി വരുമെന്ന് പേടിച്ചിട്ടാണ് അവർ വേഗം തന്നെ സ്വസ്ഥാനത്തേക്ക് മടങ്ങാൻ തിടുക്കപ്പെട്ടത്. എന്നിട്ട് എന്താ ചെയ്തതെന്ന് പറയാണ്. 19ാമത്തെ ശ്ലോകം നോക്കൂ. അസ്മാകമപി മുഖ്യാനി ഫലാനി മാനി ഹേ ദ്വിജ ഗൃഹാണ വിപ്രഭദ്രം തേ ഭക്ഷയസ്വചമാചിരം. ഇവർക്ക് ഫലമൂലങ്ങളൊക്കെ കൊടുത്തു, അർഘ്യം പാദ്യമൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞുല്ലോ കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇങ്ങോട്ട് കിട്ടുമ്പോൾ അങ്ങോട്ടും ചിലതൊക്കെ കൊടുക്കണമല്ലോ. അങ്ങനെ ആ ഗണികാ സ്ത്രീകൾ എന്താണ് തിരിച്ചു കൊടുത്തതെന്ന് പറയാണ്. അവർ അസ്മാകമപി മുഖ്യാനി ഫലാനി ഇമാനി ഹേ ദ്വിജ, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഹേ ദ്വിജ, അസ്മാകം ഇമാനി ഫലാനി മുഖ്യാനി, ഇത് ഞങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും നല്ല പഴുത്ത പഴങ്ങളാണ്. നിങ്ങൾ കുറേ പഴങ്ങളും വേരുകളും കിഴങ്ങുകളൊക്കെ ഞങ്ങൾക്ക് തന്നൂലോ കഴിക്കാൻ. അതുപോലെ ഞങ്ങൾ നഗരപ്രാന്ത പ്രദേശങ്ങളിൽ വസിക്കുമ്പോൾ കഴിക്കുന്ന പഴങ്ങളാണിത് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പഴങ്ങൾ, അത് പഴങ്ങളൊന്നുമല്ല, ഈ ഋഷ്യശൃംഗനായിട്ട് കൊടുത്തു. എന്നിട്ട് അവർ പറയുകയാണ്, ഗൃഹാണ വിപ്ര ഭദ്രം തേ, ഈ പഴങ്ങൾ അങ്ങ് എടുത്തോളൂ, വേഗം തന്നെ സ്വീകരിക്കൂ, അങ്ങയ്ക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. മാത്രമല്ല ഭക്ഷയസ്വ ച മാചിരം, വൈകാതെ തന്നെ ഇത് മുഴുവനും കഴിച്ചോളൂ കേട്ടോ. അതായത് അച്ഛനൊന്നും കാണാൻ നിൽക്കണ്ട. അച്ഛനറിയാം ഈ നാട്ടിലുള്ള ആൾക്കാർ, അതുപോലെ നഗരത്തിലുള്ള സ്ത്രീകൾ, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ, തൻ്റെ പുത്രനെ അവരൊക്കെ വശീകരിച്ച് കൊണ്ടുപോകുമോ എന്നുള്ള പേടികളൊക്കെ വിഭാണ്ഡകൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കാടിൻ്റെ ഉൾഭാഗത്ത് കൊണ്ട് താമസിപ്പിച്ചത്. എന്നിട്ടും ഈ വാരസ്ത്രീകൾ, വാരമുഖ്യകൾ അവിടേക്ക് എത്തി എന്നുള്ളത് അത്ഭുതാവഹമായിട്ടുള്ള കാര്യമാണ്. രാജാവിൻ്റെ പ്രേരണ കൂടി ഉണ്ടല്ലോ ഇതൊക്കെ ചെയ്യാൻ. എന്നിട്ട് ഈ മുനികുമാരനോട് ഈ സ്ത്രീകൾ പറഞ്ഞു, ഇത് വേഗം തന്നെ കഴിച്ചോളൂ, അധികം വൈകണ്ട, പ്രത്യേകിച്ച് ഇത് നഗരത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ്, കേടുവരരുതല്ലോ. പഴങ്ങൾ പോലെ അത്രയ്ക്കും ദിവസം ഒന്നും എടുത്തു വയ്ക്കാനും പറ്റില്ല. അതുകൊണ്ട് വേഗം തന്നെ ഭക്ഷിച്ചോളൂ. മാത്രമല്ല അച്ഛൻ കാണുന്നതിന് മുമ്പ് അത് കഴിക്കും വേണം. അതിന് വേണ്ടിയിട്ട് അച്ഛൻ കാണണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതിലെന്തെങ്കിലും സംശയം തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും പറഞ്ഞില്ല. വേഗം തന്നെ ഞങ്ങൾ തന്ന പഴങ്ങളൊക്കെ അങ്ങ് കഴിച്ചോളൂ എന്ന് ആ ഋഷ്യശൃംഗനെ പ്രേരിപ്പിച്ചു. എന്നിട്ടോ 20ാമത്തെ ശ്ലോകം നോക്കാം. തതസ്താസ്തം സമാലിംഗ്യ സർവാ ഹർഷസമന്വിതാഃ മോദകാൻ പ്രദദുസ്തസ്മൈ ഭക്ഷ്യാംശ്ച വിവിധാൻ ശുഭാൻ. എന്നിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് പഴങ്ങൾ കൊടുക്കുകയും ചെയ്തു. ആ ബാലകനെ ഒന്ന് കെട്ടിപ്പുണരുകയും ചെയ്തു. അതാണ് തതഹ. അതിനുശേഷം താഹ ഹർഷസമന്വിതാഹ, സന്തോഷവതികളായിട്ടുള്ള ആ വേശ്യാസ്ത്രീകൾ, അവർക്ക് വളരെ സന്തോഷമായി. പെട്ടെന്ന് ഈ ബാലകൻ വളഞ്ഞു വന്നുല്ലോ. ഋഷ്യശൃംഗനെ എങ്ങനെയാണ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതിൻ്റെ ആശങ്കയിലായിരുന്നു വേശ്യകൾ മുഴുവനും. പക്ഷേ ഋഷ്യശൃംഗൻ പെട്ടെന്ന് ഇവരുടെ വലയിൽ വീണു എന്നാണ് ഇവർക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷിച്ചു. അതാണ് ഹർഷസമന്വിതാഹ, വളരെയധികം സന്തുഷ്ടരായിട്ടുള്ള ആ വാരസ്ത്രീകൾ, വാരമുഖ്യകളായിട്ടുള്ള സ്ത്രീകൾ, തം സമാലിംഗ്യ, അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചിട്ട്. അതൊക്കെ വളരെ പുതുമയുള്ള കാര്യങ്ങളാണ്. ഋഷ്യശൃംഗന് അച്ഛൻ്റെ അടുത്തുനിന്ന് പോലും വേണ്ടത്ര വാത്സല്യമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പുറമേ നിന്നുള്ള സ്ത്രീകൾ, അത് സ്ത്രീകളാണെന്നൊന്നും അറിഞ്ഞിട്ടല്ല, പക്ഷെ ആരോ വന്ന് ചുംബിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ പാവത്തിൻ്റെ മനസ്സൊക്കെ മാറിപ്പോയി. അത് സ്ത്രീകളായതുകൊണ്ട് കൂടിയാണ് മനസ്സ് അത്രയും മാറിയത്. എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ പുരുഷന്മാർക്ക് സ്ത്രീകളോടും സ്ത്രീകൾക്ക് പുരുഷന്മാരോടുമുള്ള ഒരു അടുപ്പം, ഒരു കാന്തിക ശക്തി, ആകർഷണ ശക്തി അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഋഷ്യശൃംഗന് അതൊക്കെ വന്നത്, മനസ്സാകെ ചഞ്ചലമായതൊക്കെ. പക്ഷേ പുരുഷന്മാരാണെന്നാണ് വിചാരിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്തു? തസ്മൈ മോദകാൻ പ്രദദു, പഴങ്ങളാണെന്നുള്ള വ്യാജേന കുറേ മോദകങ്ങൾ, ഈ കൊഴുക്കട്ട പോലെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ലഡു പോലെയുള്ള നല്ല മധുരമുള്ളതായ വസ്തുക്കൾ, കൃത്രിമമായിട്ടുള്ള മധുരം ചേർത്തതായ പലഹാരങ്ങളൊക്കെയാണ് ഋഷ്യശൃംഗന് ഈ സ്ത്രീകൾ കൊടുത്തത്. പഴങ്ങളാണെന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഭക്ഷ്യാംശ വിവിധാൻ ശുഭാൻ,
നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന വേറെ കുറേ സാധനങ്ങളും നാട്ടിൽ നിന്ന് ഇവർ താമസിക്കുന്ന കൊട്ടാരത്തിൻ്റെ സമീപ പ്രദേശത്ത് നിന്ന് കൊണ്ടുവന്നതായിട്ടുള്ള ഭക്ഷണ സാമഗ്രികൾ ഈ ബാലകന് കൊടുക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ആദ്യം കൊടുത്തത് മോദകങ്ങളായിരുന്നു. അതിൻ്റെ കൂടെ വേറെ സാധനങ്ങൾ കൊടുത്തു. ഇതൊക്കെ പഴങ്ങളാണ്, വേഗം കഴിച്ചോളൂ എന്ന് ഋഷിശൃംഗനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നിട്ടോ 21-ാമത്തെ ശ്ലോകം നോക്കാം. താനി ചാസ്വാദ്യ തേജസ്വീ ഫലാനീതി സ്മ മന്യതേ അനാസ്വാദിതപൂർവാണി വനേ നിത്യനിവാസിനാം. ഈ ബാലകനൊരു പാവായിരുന്നല്ലോ. കാടിന് പുറത്തുള്ള ഒരു കാര്യങ്ങളും അറിയില്ലായിരുന്നു. ഒരു തരത്തിലുള്ള സുഖങ്ങൾ, അത് ഏത് തരത്തിലായാലും, മനസ്സിൻ്റെ ആയാലും ശരീരത്തിൻ്റെ ആയാലും ഇന്ദ്രിയങ്ങളുടെ ആയാലും ഒന്നും ഒരു സൗഖ്യവും ആ ബാലകന് കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ മോദകങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഇതെന്തൊക്കെയോ പഴങ്ങളാണ് എന്ന് തെറ്റിദ്ധരിച്ചത്. അതാണ് താനിച്ച ആസ്വാദ്യ, താനി ഫലാനി ആസ്വാദ്യ. ഈ സ്ത്രീകൾ കൊടുത്തതായിട്ടുള്ള പഴങ്ങളൊക്കെ നല്ലവണ്ണം ആസ്വദിച്ചിട്ട് തേജസ്വി മന്യതേസ്മ, ആ തേജസ്വി ആയിട്ടുള്ള ഋഷികുമാരൻ എന്താണ് വിചാരിച്ചത്? അനാസ്വാദിതപൂർവാണി വനേ നിത്യനിവാസിനാം. ഋഷിശൃംഗം വിചാരിച്ചത് ഇത് വേറെ എവിടെയോ കിട്ടുന്ന പഴങ്ങളാണെന്നാണ്. കാട്ടിൽ മാത്രം വസിച്ചത് കൊണ്ട് അവിടെ കിട്ടുന്നതായിട്ടുള്ള ഫലമൂലങ്ങൾ മാത്രം രുചിച്ചു നോക്കിയിട്ടുള്ള ഋഷിശൃംഗന് പുറമേ ഉള്ള ഒരു രുചി അറിയില്ലല്ലോ. അപ്പോൾ ഈ ബാലകൻ വിചാരിച്ചു ഇത് പുറമേ എവിടെയുള്ളതായ പഴങ്ങളാണ് എന്ന്. അതാണ് അനാസ്വാദിതപൂർവാണി, മുമ്പെങ്ങും രുചിച്ചിട്ടില്ലാത്തതായ മറ്റ് ചില പഴങ്ങളാണ് ഇവ എന്ന് ആ ബാലകൻ വിചാരിച്ചു. വനേ നിത്യനിവാസിനാം, വനത്തിൽ നിത്യമായിട്ട് വസിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകാത്ത ഏതോ ചിലതരം പഴങ്ങളാണ്, നല്ല സ്വാദിഷ്ടമായ പഴങ്ങളാണ് ഇവ എന്നാണ് ആ മുനികുമാരൻ ഋഷിശൃംഗൻ വിചാരിച്ചത്. അങ്ങനെ അവർ പോണതായിട്ടാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. നമുക്ക് 22-ാമത്തെ ശ്ലോകം നോക്കാം. ആപൃച്ഛ തദാ വിപ്രം വ്രതചര്യാം നിവേദ്യ ച ഗച്ഛന്തി സ്മാപദേശാത്ത ഭീതാസ്തസ്യ പിതുസ്ത്രിയ. ആ ബാലകനോട്, മുനികുമാരനോട് ഒരു നുണ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അതാണ് വ്രതചര്യാം നിവേദ്യ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശ്രമത്തിൽ പോയിട്ട് കുറച്ച് വ്രതചര്യകൾ തീർക്കാനുണ്ട്. ഋഷിശൃംഗൻ അങ്ങനെയാണല്ലോ, ഈ ആശ്രമത്തിൽ പലതും ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചില വ്രതചര്യകൾ ഞങ്ങളുടെ ആശ്രമത്തിൽ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് തഥാ വ്രതചര്യാം നിവേദ്യ തഥാ സ്ത്രീയ വിപ്രം ആപൃച്ഛ്യ. ആ സ്ത്രീകളെല്ലാവരും തന്നെ മുനികുമാരനോട് യാത്രാനുമതി ചോദിച്ചിട്ട്, ആപൃച്ഛ്യ എന്ന് പറഞ്ഞാൽ ല്യബന്ധാണ്, അനുമതി ചോദിച്ചിട്ട് ഞങ്ങൾ എന്നാ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് യാത്ര ചോദിച്ച് പുറപ്പെടുകയാണ്. എന്നിട്ട് പോക്കൊക്കെ വളരെ വേഗത്തിലായിരുന്നു. ഗച്ഛന്തി സ്മ അപദേശാത്ത, വ്രതചര്യയുടെ പേരിൽ അവിടെ നിന്ന് പുറപ്പെട്ടു പോന്നു എങ്കിലും വളരെ വേഗത്തിൽ ആ വേശ്യാസ്ത്രീകൾ തിരിച്ച് സ്വസ്ഥാനത്തേക്ക് മടങ്ങി. ഗച്ഛന്തി സ്മ അപദേശാത്താഹ ഭീതാസ്തസ്യ പിതുസ്ത്രീയ. എന്തായിരുന്നു അങ്ങനെ വേഗം പോരാൻ കാരണം? തസ്യ പിതുഹു, ആ ഋഷികുമാരൻ്റെ അച്ഛനിൽ നിന്ന് ഭയന്നവരായിട്ടുള്ള ഈ ഗണികമാർ പെട്ടെന്ന് തന്നെ ശീഘ്രം, വളരെ വേഗം തന്നെ ആ പ്രദേശത്ത് നിന്ന് ഓടിപ്പോന്നു. അതായത് അച്ഛന് എല്ലാ കാര്യങ്ങളും അറിയാം, ലോകത്തിൻ്റെ കളവും സ്വഭാവങ്ങളും ഒക്കെ അറിയാം. ഈ ഗണികമാർ ഇവിടെ വന്നിരിക്കുന്നത് തൻ്റെ മകനെ സ്വാധീനിക്കാനാണ് എന്ന് മനസ്സിലാക്കാൻ വിഭാണ്ഡകന് അധികം നേരമൊന്നും ആവശ്യമുണ്ടാവില്ല. അതോടുകൂടിയിട്ട് ഇവർക്കുള്ളതായ ശാപവും അവരുടെ മരണമൊക്കെ സംഭവിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ വേഗം തന്നെ ആ ആശ്രമത്തിൽ നിന്നും ഓടിപ്പോന്നത്. അച്ഛനിൽ നിന്നും പേടിച്ചവരായ തസ്യ പിതു ഭീതാഹ താഹ സ്ത്രീയ അപദേശാത് ഗച്ഛന്തി സ്മ. അപദേശം എന്ന് പറഞ്ഞാൽ ആ വ്യാജേന, വ്രതചര്യകൾ തീർക്കാനുണ്ട് എന്നുള്ള ഒരു വ്യാജേന, അങ്ങനെ ഒരു നുണയും പറഞ്ഞുകൊണ്ട് ആ സ്ത്രീകളെല്ലാവരും തന്നെ വേഗം ആശ്രമത്തിൽ നിന്ന് ഓടി സ്വസ്ഥാനത്തേക്ക് പോന്നു. ഋഷികുമാരൻ വിചാരിച്ചിട്ടുണ്ടാവും എന്താണ് ഇവർക്ക് ഇത്ര തിരക്ക്, അച്ഛനെ പരിചയപ്പെട്ടോണ്ട് എന്താ കുഴപ്പം എന്നൊക്കെ. പക്ഷേ ഇവർക്കല്ലേ അറിയുള്ളൂ ഇവരുടെ കളവൊക്കെ. അതുകൊണ്ട് ഋഷിശൃംഗനെ പറഞ്ഞു പറ്റിച്ച് ഒരു വ്രതമൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഓടിപ്പോന്നു. എന്നിട്ടോ അങ്ങനെ പിന്നത്തെ ദിവസം എന്താ ഉണ്ടായത്? 23-ാമത്തെ ശ്ലോകം നോക്കാം. ഗതാസു താസു സർവാസു കാശ്യപസ്യാത്മജോ ദ്വിജ അസ്വസ്ഥഹൃദയശ്ചാസീത് ദുഃഖാച്ച പരിവർത്തതേ. അവരെല്ലാവരും പോയതോട് കൂടിയിട്ട് ഈ മുനികുമാരന് ഭയങ്കര സങ്കടമായി. അതാണ് ഗതാസു താസു സർവാസു.
അവരെല്ലാവരും ഈ ആശ്രമത്തിൽ നിന്ന്, ഋഷ്യശൃംഗൻ്റെ ആശ്രമത്തിൽ നിന്ന് തിരിച്ചു പോയപ്പോൾ, ഇവിടെ സതിസപ്തമി തന്നെയാണ്, കാശ്യപസ്യ ആത്മജ ദ്വിജ, കാശ്യപൻ്റെ വംശത്തിൽ പിറന്നവനായ ആ ബ്രാഹ്മണകുമാരൻ, അതായത് വിഭാണ്ഡകനൊക്കെ കാശ്യപൻ്റെ വംശത്തിൽ പിറന്നവരാണ്. അപ്പോൾ ആ കാശ്യപ വംശത്തിൽ പിറന്ന ഈ ഋഷികുമാരനും ഋഷിശൃംഗനും എന്ത് സംഭവിച്ചു? അസ്വസ്ഥ ഹൃദയ ച ആസീത്, ആ ബാലകന് മനസ്സാകെ അസ്വസ്ഥമായി തീർന്നു. ദുഃഖാച്ച പരിവർത്തതേ, ആ അസ്വസ്ഥത വർദ്ധിച്ച് ഭയങ്കര ദുഃഖമായി തീർന്നു. നല്ലൊരു കൂട്ടുകാരായിരുന്നു അവർ, പെട്ടെന്ന് തന്നെ പോയി. കുറച്ചുകൂടി നേരെ ഇരുന്നോളായിരുന്നു തുടങ്ങിയിട്ടുള്ളതായ ചിന്തകളൊക്കെ ഋഷ്യശൃംഗൻ്റെ മനസ്സിൽ വന്നു. കളവറിയില്ലല്ലോ, പക്ഷേ സ്ത്രീകൾക്ക് കളവ് നല്ലോണം അറിയണത് കൊണ്ടാണ് അവർ ഓടിപ്പോയത്. അങ്ങനെ അവരെ പറ്റിയിട്ടുണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ പിന്നീട് ദുഃഖമായിട്ട് ഭവിച്ചു. ഇനി എപ്പോഴാണ് അവരെ കാണുക, അവരോട് കൂടിച്ചേർന്ന് എപ്പോഴാണ് ഇരിക്കാൻ പറ്റുക തുടങ്ങിയിട്ടുള്ള ചിന്തകളൊക്കെയായി. അതാണ് അസ്വസ്ഥ ഹൃദയൻ, അസ്വസ്ഥത ഉണ്ടായിരുന്നു ആ ഹൃദയത്തിൽ. പിന്നീട് അതെന്തായി തീർന്നു? ദുഃഖാച്ച പരിവർത്തത, അത് മാറി ദുഃഖമായി തീർന്നു. ഇനി എപ്പോഴാണ് അവരെ കാണാൻ പറ്റുക, ആ കൂട്ടുകാരെ എപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വരിക എന്നുള്ള ദുഃഖമായി തീർന്നു. അതുകൊണ്ട് എന്താ ചെയ്തത്? പിറ്റേന്ന് എന്ത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് 24-ാമത്തെ ശ്ലോകം എഴുതിയിരിക്കുകയാണ് കവി. തതോ പരേദ്യുസ്തം ദേശമാജഗാമ സവീര്യവാൻ വിഭാണ്ഡകസുത ശ്രീമാൻ മനസാ ചിന്തയൻ മുഹു. അങ്ങനെ തതഹ, അങ്ങനെ ചിന്തിച്ച് അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടി. അപരേദ്യോ, പിറ്റേ ദിവസം സവീര്യവാൻ ശ്രീമാൻ വിഭാണ്ഡകസുത മനസാ ചിന്തയൻ മുഹു ദേശം ആജഗാമ. അങ്ങനെ വീര്യവാനായിട്ടുള്ള നല്ല മിടുക്കുള്ള, അതായത് തപശ്ചര്യയിൽ നല്ല വീര്യമുള്ളവനാണ് ആ ഋഷികുമാരൻ. പക്ഷേ ഇവരുമായിട്ട് കൂട്ടുകൂടിയതോട് കൂടിയിട്ട് മനസ്സിന് അസ്വസ്ഥത വന്നു ചേർന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അവരെ കാണണമെന്നും തോന്നി. അതുകൊണ്ട് വീര്യവാനായിട്ടുള്ള ആ ബാലകൻ അല്ലെങ്കിൽ ആ വിഭാണ്ഡകപുത്രൻ മനസാ ചിന്തയൻ, അവരെ കാണണമെന്ന് ഉറപ്പിച്ചിട്ട് അപരേദ്യോ, പിറ്റേ ദിവസം തം ദേശം ആജഗാമ, എവിടെ വെച്ചാണോ ഈ സ്ത്രീകളെ കണ്ടത് അവിടേക്ക് വീണ്ടും എത്തിച്ചേർന്നു. ആദ്യം വന്നത് യദൃച്ഛയായിരുന്നു, രണ്ടാമത് വന്നത് യദൃച്ഛയാ അല്ല, അവരെ ഒന്നുകൂടി കാണണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ്. അങ്ങനെ അവരെ വന്ന് കണ്ടപ്പോൾ പിന്നെന്താണ് ഉണ്ടായതെന്നുള്ളതൊക്കെ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. അസ്മാകമഭിമുഖ്യാനി ഫലാനി മാനി ഹേ ദ്വിജ ഗൃഹാണ വിപ്രഭദ്രം തേ ഭക്ഷയസ്വചമാചിരം തതസ്താസ്തം സമാലിംഗ്യ സർവാ ഹർഷസമന്വിതാഃ മോദകാൻ പ്രദദുസ്തസ്മൈ ഭക്ഷ്യാംശ്ച വിവിധാൻ ശുഭാൻ താനി ചാസ്വാദ്യ തേജസ്വീ ഫലാനീതി സ്മ മന്യതേ അനാസ്വാദിതപൂർവാണി വനേ നിത്യനിവാസിനാം ആപൃച്ഛ ച തദാ വിപ്രം വ്രതചര്യാം നിവേദ്യ ച ഗച്ഛന്തി സ്മാപദേശാത്ത ഭീതാസ്തസ്യ പിതുസ്ത്രിയ ഗതാസു താസു സർവാസു കാശ്യപസ്യാത്മജോ ദ്വിജ അസ്വസ്ഥഹൃദയശ്ചാസീദ് ദുഃഖാച്ച പരിവർത്തതേ തതോ പരേദ്യുസ്തം ദേശമാജഗാമ സവീര്യവാൻ വിഭാണ്ഡകസുത ശ്രീമാൻ മനസാ ചിന്തയൻ മുഹു. മനസ്സുകൊണ്ട് പലതും ചിന്തിച്ച് ആ ഋഷികുമാരൻ ഈ ഗണികമാരുടെ ആസ്ഥാനത്തേക്ക്, അവരെവിടെയായിരുന്നോ കാട്ടിൽ താമസിച്ചിരുന്നത്, അവിടേക്ക് എത്തിപ്പെട്ടു എന്നർത്ഥം. സുന്ദരമായിട്ടുള്ള രാമായണ ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.